പട്ടി മരപ്പട്ടി 1,00,000 ഉലുവയോ. എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ കോക്കണ്ണൻ വലിയ കലിപ്പിലാണ്. കാരണം എന്താണെന്നറിയില്ലേ? ഇപ്പോൾ അംഗം അട്ടഹാസം എന്ന സിനിമയുടെ സംവിധായകനും മാധവ് സുരേഷ് ഗോപിയുമൊക്കെ പ്രസിഡന്റ് മുന്നിൽ വന്ന് പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. 1,00,000 രൂപ കൊടുക്കാത്തത് കൊണ്ട് കോക്ക തങ്ങൾക്കെതിരെ മോശം കോമൻറ്റ് പറഞ്ഞു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംവിധായകനും അതേപോലെ മാധവും കൂടെ വന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വളരെ പേഴ്സണലായിട്ടുള്ള അറ്റാക്കാണ് പലപ്പോഴും കോക്ക് നടത്താറുള്ളത്. യശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ഈ ഒരു റിവ്യൂവർ നടത്താറുള്ളത്. ഒരു അധ്യാപകനാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അധ്യാപകന് ഒരു സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ എന്ന നിലയിലാണ് ഇദ്ദേഹം തന്നെ പരിചയപ്പെടുത്തിയത്. പല നെപ്പോ കിഡ്സും അഭിനയത്തിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളവർ തന്നെയാണ്. പ്രത്യേകിച്ച് മാധവ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയവും മാധവിനെതിരെ ഇത്ര ക്രൂരമായിട്ട് പ്രതികരിക്കുന്നതിന് പലരെയും പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. ഒരു സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ എന്ന് പറയുന്ന അശ്വന്ത് കോക്ക് മാധവിനെതിരെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും തീർച്ചയായിട്ടും തെറ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ശരിയായിരിക്കാം, ഒരു പക്ഷേ ഒരു മമ്മൂക്കിയോ ലാലേട്ടിനോ ഒക്കെ ചെയ്യുന്ന ലെവലിലേക്ക് മാധവ് എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിനയത്തിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടാവാം. എന്നിരുന്നാൽ തന്നെയും അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് പറയേണ്ടത്. നിങ്ങളുടെ അഭിനയം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള സജഷൻസ് കൊടുക്കാം. അല്ലാതെ ഒരിക്കലും നീ ഇതൊന്നും ചെയ്യരുത്, നീ ഇതൊക്കെ ഇട്ടിട്ട് പോകൂ, നിന്നെ കൊള്ളില്ല എന്ന രീതിയിൽ ഒരിക്കലും ഒരു അധ്യാപകൻ പറയാനായിട്ട് പാടില്ല. ഈ കോക്കിൻ്റെ റിവ്യൂ, പ്രത്യേകിച്ച് മാധവിനെതിരെ സംസാരിക്കുന്ന പല കാര്യങ്ങളും വളരെ ശരിയല്ലാത്ത കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ട്. കാരണം പലപ്പോഴും വളരെയധികം ഡീമോട്ടിവേറ്റ് ചെയ്ത് ഒന്നിനും കൊള്ളില്ല എന്ന തരത്തിലേക്ക് താഴ്ത്തി കിട്ടുന്നത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തി തന്നെയാണ്. ഇതിനൊക്കെ ഒരു സ്റ്റോപ്പ് അത്യാവശ്യമാണ്. കാരണം എല്ലാവരും എല്ലാം തികഞ്ഞവരല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വളരെ താഴ്ത്തി കെട്ടുന്നത് തെറ്റാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു പക്ഷേ കോക്ക് പൈസ മേടിച്ചിട്ടുള്ള റിവ്യൂസ് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ സത്യസന്ധമായ കാര്യമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അശ്വന്ത് കോക്ക് ഇത്രയും ഒരു ഇമോഷണലായിട്ട് ഈ കാര്യത്തെ നോക്കിക്കണ്ടതെന്ന് തോന്നുന്നുമുണ്ട്. എന്തായാലും ഏത് രീതിയിലാണെങ്കിലും ഇത്തരത്തിൽ സിനിമ റിവ്യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും സിനിമകളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കോടികളൊക്കെ കൊടുത്താണല്ലോ ഓരോ സിനിമയും എടുക്കുന്നത്. അവസാനം അതിൽ നിന്ന് ഒന്നും കിട്ടാതെ വരുമ്പോൾ തകർന്ന് തരിപ്പണമാകുന്ന ഒരുപാട് പേർ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സിനിമ റിവ്യൂസ് നടത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്പോയിലേഴ്സ് മിണ്ടാതിരിക്കേണ്ട ഒരു അത്യാവശ്യം കാര്യം തന്നെയുണ്ട്. അതല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങി ഒരു ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു റിവ്യൂ കൊടുക്കുക എന്നൊരു നിയമമൊക്കെ വരേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയാതെ വയ്യ. കാരണം ഒരുപാട് പേരുടെ ജീവിതമാണ് ഇതിൽ കൂടി കഷ്ടത്തിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്പോയിലേഴ്സ് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് റിവ്യൂ നടത്തുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിപ്പോവുകയാണ്. അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂസ് എല്ലാം നല്ല രീതിയിലാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. പല സിനിമകളും നമുക്ക് നല്ലതെന്ന് തോന്നിയത് പലതും അശ്വന്ത് കോക്ക് വളരെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ ആ സിനിമകളൊക്കെ കണ്ടപ്പോൾ വളരെ നല്ല സിനിമകളാണല്ലോ യശ്വന്ത് കോക്ക് ഇത്രയും മോശമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഇൻഡിവിജ്വലായിട്ട് ഓരോ സിനിമയെ കാണുന്ന രീതികൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിവ്യൂസ് പലപ്പോഴും നന്നായിട്ട് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരെ പോലും അത് കാണാത്ത രീതിയിലേക്ക് മാറ്റുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള നടന്മാരുടെ ഏതൊരു സിനിമയും വല്ലാതെ സപ്പോർട്ട് ചെയ്യുകയും ഇഷ്ടമില്ലാത്തവരെയൊക്കെ വളരെയധികം ക്രൂരമായിട്ട് ഇല്ലാതാക്കുകയും ചെയ്യുന്ന റിവ്യൂസൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. പക്ഷേ അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് പേർ ഇതൊരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരുപാട് പേർ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്കും ജീവിതമുണ്ട്. ഇതൊരു സിനിമ നഷ്ടപ്പെടുമ്പോഴേക്ക് അവർ ചിലപ്പോൾ മൊത്തത്തെ തുറന്ന് തരിപ്പണമായി ഇല്ലാതെയായി പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഒരു 4.5 കോടിയോളം രൂപ മുടക്കി ചെയ്തൊരു സിനിമയാണ് ഈ അംഗം അട്ടഹാസം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, അല്ലെങ്കിൽ കുറച്ച് സമയം കൊടുക്കുക. അതൊന്ന് ആൾക്കാർ അത്യാവശ്യം കാണാനുള്ളവരൊക്കെ ഒന്ന് കണ്ടിട്ട്
ചിലർക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടട്ടെ, ഇഷ്ടപ്പെടാത്തവർ ഓക്കെ, ഇഷ്ടപ്പെടാതിരിക്കട്ടെ. എല്ലാം എല്ലാവരും ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കുറച്ച് സമയമെങ്കിലും കൊടുക്കുന്നത് നന്നായിരിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇതേപോലെ ഈ കോക്കിൻ്റെ ഈ അഭിപ്രായ പ്രകടനത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മാധവ് സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ഈ ഒരു ഹെയ്റ്റ് അത് തൻ്റെ അച്ഛനായ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ.